ഈ ആർട്ടും സെറ്റും പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും പറയേണ്ട ഒരു പടത്തിലേക്ക് എത്തുന്നത് വൈശാലി എന്ന് പറയുന്ന സിനിമയാണ്. വൈശാലിയുടെ തുടക്കത്തിൽ തന്നെ ടൈറ്റിൽ തന്നെ ഒരു ട്രോളിങ്ങനെ പോവാ. എത്ര നേരമാണ് അതിനകത്തൊരു തലയൊട്ടി കൂടെ ഒരു പാമ്പ് കയറി പോകുന്നു, ഒരു വൾച്ചർ, ഒരു കഴുകൻ അവിടെ നിൽക്കുന്നു. അവിടെ തൊട്ട് പോയിട്ട് ഈ മോണിറ്റർ ഇല്ലാത്ത കാലത്ത് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ഇത് മോണിറ്റർ ഇല്ല, ഗ്രാഫിക്സ് ഇല്ല, ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് വൈശാലി ചെയ്യുന്നത്. ആ സിനിമയില് ഞാൻ ഭാവിച്ചോണ്ട് ചോദിക്കട്ടെ, ആ സിനിമയില് ഈ ലോമപാത മഹാരാജാവ്, അംഗരാജ്യത്തെ രാജാവ് എന്ന് പറയുന്നത് അതിനു മുമ്പ് ചിലമ്പില് കരാട്ടക്കാരനാണ്. അതിനു മുമ്പുള്ള പടത്തിനകത്ത് താനി മറ്റേ ഡ്രഗ് അഡിക്റ്റ് കോളേജ് കുമാരൻ, വിത്ത് കീറിയ ജീൻസും ബെൽറ്റും വിപ്ലവവും. പിന്നെ ഒരു വളരെ സാത്വികനായ നിന്ന് വളരെ പവർഫുൾ ആയ കാര്യങ്ങൾ എടുക്കുന്ന, എന്നാൽ രാജ്യത്തിന്റെ ദുഃഖം മനസ്സിൽ നമ്മുടെ ശബ്ദം മറ്റേ ഡബ് ചെയ്ത് പ്രസാദ് സാറല്ലേ, പ്രസാദ് സാറിന്റെ ശബ്ദം, പ്രസാദ് സാറിന്റെ ഇദ്ദേഹത്തിന്റെ അതിന് ചോദിച്ചോ, എന്നെ കാസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ഭരതേട്ടനോട്? ഭരതേട്ടനോട് ചിലമ്പൊക്കെ കഴിഞ്ഞ സമയത്ത് ഭരതേട്ടന്റെ വലിയൊരു ഡ്രീമായിരുന്നു ഈ വൈശാലി എന്ന് പറയുന്നത്. ഒരു 10-15 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഡ്രീമാണ്. അപ്പം മഹാഭാരതത്തിലെ ഇങ്ങനെ ഒരു വൺ ലൈൻ, ഇങ്ങനെ ഒരു അംഗരാജ്യത്ത് മഴയില്ലായിരുന്നു, ഋഷിസിംഗൻ വന്ന് മഴ പെയ്ച്ചു എന്നൊക്കെ പല പ്രൊഡ്യൂസേഴ്സിനോടും പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഋഷിസിംഗനായിട്ട് പല ആൾക്കാരും മാറി വന്നു, വിനീതൊക്കെ ആദ്യം വന്നിരുന്നു. ഇതെല്ലാം ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ നിന്നെ കാണുന്നതിന് ഞാൻ 5 വർഷം മുമ്പ് ഒരു സ്കെച്ച് വരച്ചിരുന്നു. എന്നിട്ട് ആ സ്കെച്ചിൻ്റെ എടുത്ത് കാണിച്ചു. കറക്റ്റ് എൻ്റെ രൂപമാണ്, അബ്സല്യൂട്ട്. അപ്പൊ പുള്ളി പറഞ്ഞു, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ നീ പൂനായിന്ന് വരിക എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അംഗരാജാവാന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ 10-22 വയസ്സേ ഉള്ളൂ. ആരും അങ്ങനെ അങ്ങോട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു, പ്രൊഡക്ഷനാണെങ്കിലും. പക്ഷെ ഭരതേട്ടൻ്റെ മനസ്സിൽ ഇതായിരുന്നു. അപ്പോൾ പലരും വേഷമിട്ടു കാര്യങ്ങളൊക്കെ. ഞാനവിടെ മൈസൂരിൽ ചെല്ലുമ്പം, അതായത് ഒരു ദിവസം തന്നെ ഭരതേട്ടൻ ഈ ബോംബെ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാനുണ്ടായിരുന്നു. ഞാനവിടെ ഹത്യ എന്ന് പറഞ്ഞ പൂവിന് പുതിയ പൂന്തന്നലിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഭരതേട്ടൻ വിളിച്ചു പറഞ്ഞു, എടാ ഞങ്ങൾ അങ്ങോട്ട് വരിക, സൺ ആൻഡ് സ്റ്റാൻഡിലെ ഒരു റൂം പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ വന്നു. അന്ന് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക.